Good morning, everybody. എന്ത് പറ്റി? ആർക്കും സ്മൈൽ ഇല്ലല്ലോ. സ്മൈൽ. ഒരു സ്മൈലും ഇല്ല. Yes, I can see smile on everyone's face now. ഇപ്പൊ എല്ലാവർക്കും ചിരി വരുന്നുണ്ടല്ലേ? Yes, എന്തുകൊണ്ടാ? Chocolate. When do you smile? What do you see and smile? സ്മൈൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണം അല്ലേ? ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ ഒന്ന് ടിക്കിൾ ചെയ്യുമ്പോൾ ഇതല്ലേ ടിക്കിൾ. യെസ്. പിന്നെയോ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിരിക്കാറുണ്ട് അല്ലേ? അങ്ങനെ മാത്രമേ നമുക്ക് സ്മൈൽ ഉണ്ടാവുള്ളൂ അല്ലേ? അതായത് when do you smile? What do you see and smile? What do you touch and smile? What gifts make you smile? Then what do you listen to and smile? Then which place do you go to and smile? So there are many reasons to smile. അല്ലേ? അപ്പോൾ എങ്ങനെ പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ എന്തെങ്കിലും കണ്ടാൽ, നമ്മൾ എന്തെങ്കിലും കേട്ടാൽ, എന്തെങ്കിലും ടച്ച് ചെയ്താൽ, അല്ലെങ്കിൽ പ്ലേ ചെയ്തൊക്കെ നിങ്ങൾ കളിക്കാറുണ്ട്. അപ്പോൾ there are many reasons to smile. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ പറയാം, there are 100 reasons to smile അല്ലേ? 100 എന്ന് പറയുന്നത് നമ്മളൊരു വലിയൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് നമ്പറായിട്ട് പറയാം അല്ലേ? അപ്പോൾ there are 100 reasons to smile. നിങ്ങൾ പ്ലേ ആക്കിയാൽ നിങ്ങൾ ചിരിക്കും, നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ കളിക്കും, ചിരിക്കും. ദെൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയാൽ നിങ്ങൾ ചിരിക്കും. ഇപ്പം മിസ് എന്ന് കഴിച്ചപ്പോൾ നിങ്ങൾ ചിരിച്ചേ? ചോക്ലേറ്റ് കണ്ടാലും നിങ്ങൾക്ക് സന്തോഷം വരും. ദെൻ വാട്ട് ഡു യു ടേസ്റ്റ് ആൻഡ് സ്മൈൽ? നിങ്ങൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം വരും. അപ്പോൾ ഒക്കെ നമ്മുടെ ഫേസിൽ സ്മൈൽ വരും. അപ്പോൾ there are 100 reasons to smile. 100 എന്ന് പറയുന്നത് ഒരു ബിഗ് നമ്പർ അല്ലേ? സോ let us sing a song about smile. Yes. Then all of you take your Tales and Tunes book and open page number 112. Yes, very good. Then tell me, what do you see in the picture? You can see many faces, right? Different faces, and every faces has smile on it, right? എല്ലാ ഫേസിലും സ്മൈൽ ഉണ്ട്, പക്ഷെ ഡിഫറെൻറ്റ് രീതിയിലുള്ള സ്മൈലാണല്ലേ? നമ്മൾ ഓരോ കാര്യങ്ങളിലും ഓരോ രീതിയിലാണ് സ്മൈൽ ചെയ്യുക അല്ലേ? നമ്മൾ തമാശ കേൾക്കുമ്പോൾ എന്താ പൊട്ടിപ്പൊട്ടിച്ചിരിക്കും അല്ലേ? കളിക്കുമ്പോൾ ചിരിക്കുന്നത് വേറെ രീതിയിൽ, തമാശ കേട്ടിട്ട് ചിരിക്കുന്ന വേറെ, അങ്ങനെ പല രീതിയിലും നമ്മൾ പല കാര്യങ്ങളിലും ചിരിക്കാറുണ്ട്. അപ്പം നമുക്കതൊന്ന് നോക്കിയാലോ? ആ സോങ് ഒന്ന് കേട്ട് നോക്കാം. The name of the rhyme is Smile. Okay? Smile. There are many reasons to smile. Smile when you are happy. Smile when you are sad. Smile when you are merry. Smile when you feel bad. Smile when it is sunny. Smile when you play. Smile when it is bright. Smile all day. Smile when you are bored. Smile when you are tired. Smile when you are angry. Smile when you feel calm. Come on everybody, smile, smile, smile. Take it out and put it on your great big smile. പിന്നെ കുറേ റീസൺസ് പറഞ്ഞു അല്ലേ സ്മൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. Then tell me, what was the song about? Yes, സ്മൈൽ. സ്മൈലിനെ കുറിച്ചാണല്ലേ? അതിൽ നമ്മൾ ഒരുപാട് റീസൺസ് പറഞ്ഞു സ്മൈൽ ചെയ്യാനായിട്ടല്ലേ? അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ സ്മൈൽ ചെയ്യും. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കിക്കേ, ഇപ്പോൾ നിങ്ങൾ സ്മൈൽ ചെയ്യാറുണ്ട്, മിസ്സസ് സ്മൈൽ ചെയ്യും, എല്ലാവരും സ്മൈൽ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു
നമ്മൾ 100 റീസൺസ് പറഞ്ഞില്ലേ, അതുപോലെ ഒരു 100 ഇയേഴ്സ് ഓൾഡ് ആയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അങ്ങനെയുള്ളവർ ചിരിക്കുന്ന എങ്ങനെ, എന്ത് കാര്യത്തിലാണ്? നിങ്ങളിപ്പോൾ ഒരു ചോക്ലേറ്റ് കാണിച്ചപ്പോൾ ചിരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ചിരിക്കും അല്ലേ? മിസ്സാണെങ്കിൽ തമാശ കേൾക്കുമ്പോഴൊക്കെ ചിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? ബട്ട് ഒരു 100 ഇയേഴ്സ് ഓൾഡ് ആകുമ്പോഴോ? Tell me how we will look like when we will be 100 years old. ഒരു 100 വയസ്സായി കഴിയുമ്പോൾ നമ്മളെങ്ങനെ ഉണ്ടാവും കാണാനായിട്ട്? നമ്മുടെ ഹെയറൊക്കെ ഗ്രേ ആവും, ചിലപ്പോൾ പല്ലൊന്നും ഉണ്ടാവില്ല അല്ലേ? പിന്നെ നമുക്ക് എന്ത് വേണ്ടി വരും? ഓപ്റ്റിക്കൽസ് ഒക്കെ വേണ്ടി വരും റീഡ് ചെയ്യണമെങ്കിൽ അല്ലേ? പിന്നെ റിങ്കിൾസ് വരും. പിന്നെയോ ചിലപ്പോൾ നമുക്ക് തന്നെ നടക്കാൻ പറ്റിയെന്നൊന്നും വരില്ല, ചിലപ്പോൾ ഒരു സ്റ്റിക്കിൻ്റെ ഹെൽപ്പൊക്കെ കൊണ്ടുവരും അല്ലേ? ദെൻ ഓൾഡ് പീപ്പിൾസ് കനോട്ട് ഡു മെനി തിങ്സ് ഓൺ ദെയർ ഓൺ. അവർക്ക് സ്വന്തമായിട്ടൊന്നും ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ നല്ല ചെയ്യാൻ പറ്റില്ല അല്ലേ? 100 ഇയേഴ്സ് ഓൾഡ് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്മൈലിനുള്ള കുറേ റീസൺസ് പറഞ്ഞു അല്ലേ? 100 റീസൺസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് നോക്കൂ, നമ്മളൊരു ഓൾഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ എങ്ങനെയായിരിക്കും? Then tell me what we will look like when we will be 100 years old. ഒരു 100 years old ആകുമ്പോഴത്തേക്കും എങ്ങനെ ഉണ്ടാവും നമ്മൾ? നമുക്കൊന്ന് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പിന്നെയോ ചെവി കേൾക്കുന്ന കുറവായിരിക്കും, കണ്ണിന് കാഴ്ച ഉണ്ടാവില്ലായിരിക്കും, പല്ലൊക്കെ പോയിട്ടുണ്ടാവും, മുടിയൊക്കെ ഗ്രേ കളറാകും അല്ലേ? അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അല്ലേ? We look different when we get old. ഇപ്പോൾ പോലെ ആയിരിക്കും നമ്മൾ നേരം അല്ലേ? ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് ഹൗ ക്യാൻ വി ഹെൽപ്പ് ദം? അവരെങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ വാട്ട് ഡു യു തിങ്ക് വിൽ ബ്രിങ് സ്മൈൽ ഓൺ ദെയർ ഫേസസ്? അവരുടെ ഫേസിൽ അല്ലെങ്കിൽ അവരെ എങ്ങനെ നമുക്ക് ഒരു സ്മൈലായിട്ട് കാണാൻ പറ്റുക? എങ്ങനെയാണ് ഇങ്ങനെ കാണുന്നത്? നിങ്ങൾക്ക് ചോക്ലേറ്റ് കണ്ടു, അല്ലെങ്കിൽ നമ്മൾ തമാശ കേട്ടു, കളിച്ചു, അപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ സ്മൈൽ വരും എന്ന് പറഞ്ഞു. ബട്ട് ഓൾഡ് പീപ്പിൾസ് കനോട്ട് ഡു മെനി തിങ്സ് ഓൺ ദെയർ ഓൺ. ഓക്കെ, ഒരു ഓൾഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും തനിയെ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്താലാണ് അവരുടെ ഫേസിൽ നമുക്കൊരു സ്മൈൽ കാണാൻ പറ്റുക, കൊണ്ടുവരാൻ പറ്റുക? ഓക്കെ, ഇങ്ങനെയായിട്ടാണ് ഹൗ യു ക്യാൻ ഹെൽപ്പ് ദം. അവരെന്ത് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും? ഇപ്പം മിസ് പറഞ്ഞു അല്ലേ, ഓൾഡ് പീപ്പിൾസ് കനോട്ട് ഡു മെനി തിങ്സ് ദെയർ ഓൺ. ഒരുപാട് കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റില്ല. ദെൻ വി ക്യാൻ ഹെൽപ്പ് ദം അല്ലേ? അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷമുണ്ട്, സ്മൈൽ വരും അല്ലേ? നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുറച്ച് ഓൾഡായിട്ടുള്ള അവർക്കാണെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെറുതായിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ ഫേസിലൊരു സ്മൈൽ കാണാറില്ലേ? സൂപ്പർ, സന്തോഷം കൊണ്ടൊരു സ്മൈൽ വരും. അപ്പോൾ നമുക്ക് ഒരു 100 ഇയേഴ്സ് ഓൾഡ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങൾക്കൊരു സെൻറ്റൻസിൽ പറയാം. ഓക്കെ, വൺ തിങ് ദാറ്റ് I can do for the old is കെയറിങ് ദം അല്ലേ? അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പരിപാലിച്ചുകൊണ്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫേസിൽ നമുക്കൊരു സ്മൈൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വൺ തിങ് ദാറ്റ് ഐ ക്യാൻ ഡു ഫോർ ദ ഓൾഡ് ഈസ് എങ്ങനെ ചെയ്യാൻ പറ്റും? ഹെൽപ്പിംഗ് ദം, അവരെ സഹായിക്കുക. എന്തെങ്കിലും ഇപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ഒന്ന് പിടിച്ച് നമ്മൾ നടത്തിക്കുക. അപ്പോൾ അവരുടെ ഫേസിൽ സ്മൈൽ വരും. അല്ലെങ്കിൽ ലവിങ് ടുവേർഡ്സ് ദ ഓൾഡ്. ഓക്കെ, അവർ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുക. അപ്പോൾ അങ്ങനെ സ്നേഹം കാണിക്കുമ്പോഴും അവരുടെ ഫേസിൽ സ്മൈൽ വരും. അപ്പോൾ 100 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ മുടിയൊക്കെ നരച്ച്, പല്ലൊക്കെ പോയിട്ടുണ്ടാവും, ദേഹമൊക്കെ ഇങ്ങനെ ചുരുങ്ങി അല്ലേ? 100 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു നമ്പർ തന്നെയാണ് അല്ലേ? നമ്മൾ അത്രയും നാൾ ഉണ്ടാവുമോ? നമുക്ക് നോക്കാം. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? വാട്ട് ഡിഡ് വി ലേൺ ടുഡേ? വി ലേൺ അബൌട്ട് സ്മൈൽ ആൻഡ് ഹൗ വി വിൽ ലുക്ക് ലൈക്ക് വെൻ വി വിൽ ബി 100 ഇയേഴ്സ് ഓൾഡ്. അതും പറഞ്ഞു. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു, ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്മൈൽ വരുന്ന കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നത് എന്താ? പ്ലാന്റ്സ് ഉണ്ടല്ലേ? ട്രീസ് ആൻഡ് പ്ലാന്റ്സ്. ഇവർക്കും ഒരു സ്മൈൽ ഇല്ലേ? അവരെ കാണുമ്പോഴും നമുക്കൊരു സ്മൈൽ വരുന്നില്ലേ? എങ്ങനെയാ? നിങ്ങളൊരു വിത്ത് ഇട്ടു അല്ലേ? ഒരു വിത്ത് ഇട്ടുന്നുണ്ടെങ്കിൽ അത് സ്പ്രൗട്ട് വന്നു, ദെൻ ഗ്രോ ചെയ്ത് സ്റ്റെം വന്നു, ലീവ്സ് വന്നു, ഫ്ലവേഴ്സ് വന്നു, അതിനകത്ത് ഫ്രൂട്ട്സ് ഒക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾ നല്ലൊരു സ്മൈൽ വരും അല്ലേ? ആ ഒരു സ്മൈൽ വേറെ ആർക്കും കൂടി ഉണ്ടാവും.
ആനിമൽസ് അല്ലേ? എന്തുകൊണ്ടാ? ആനിമൽസിൻ്റെ ഷെൽട്ടർ ആണല്ലേ. അവർക്ക് കൂട് വെച്ച് താമസിക്കണമെങ്കിൽ ട്രീസ് വേണം. ഓക്കെ, അപ്പോൾ അതും ഒരു സ്മൈലിനൊരു റീസൺ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ മറ്റേ ഗാർഡൻ്റെ ഇതിൽ പറഞ്ഞു അല്ലേ, നമ്മൾ സീഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. സോറി, സീഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മൾ ഇപ്പം ഇട്ട ഒരു മാംഗോ ട്രീയുടെ ഒരു സീഡ് നമ്മൾ ചെയ്തു. അത് വളർന്ന് വലുതായി ഒരു 100 years ഒക്കെ ആകുമ്പോഴത്തേക്കും ബിഗ് ട്രീസ് ആയിട്ടുണ്ടാവും അല്ലേ? അതെങ്ങനെയാ അപ്പോൾ അത് ഹെൽപ്പ് ചെയ്യാം? അത് ഒരുപാട് ആനിമൽസിന് ഷെൽട്ടർ ആവുന്നുണ്ടല്ലേ. ദെൻ ദേ പ്രൊവൈഡ് ഫുഡ് ഫോർ അല്ലേ, ഫുഡ് ഫോർ ആനിമൽസ് ആൻഡ് അസ്. നമുക്കും കിട്ടുമല്ലേ, നമുക്ക് മാംഗോ കഴിച്ചുകൂടെ? ദെൻ ആനിമൽസിനും അത് കഴിക്കാം. പിന്നെയോ വി ക്യാൻ യൂസ്, എന്ത് ചെയ്യാം? വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ ഫയർ അല്ലേ? ഫയർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അതിൻ്റെ വുഡൊക്കെ ഉപയോഗിച്ചുകൂടെ? അങ്ങനെ പല രീതിയിൽ നമുക്ക് ട്രീസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മളൊരു ഇത് ചെടി നടുക എന്നുള്ളത്, ഓക്കെ, ഒരു പ്ലാന്റ് നടുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ ചെയ്താൽ അതൊരു 100 years വരെ, എത്ര വർഷം അത് നിൽക്കുന്നു അത്രയും വർഷം എല്ലാവർക്കും ഒരു സ്മൈൽ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അല്ലേ? എങ്ങനെയൊക്കെ ആനിമൽസിനാണെങ്കിലും നമ്മൾക്കാണെങ്കിലും ഏത് പ്ലാന്റ്സ് ആണെങ്കിലും, ചില പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് മെഡിസിൻ യൂസ്ഫുൾ ആണ് അല്ലേ, ചിലതാണെങ്കിൽ നമുക്ക് ഫയർ കുക്ക് ചെയ്യാനായിട്ടുള്ള ഫയർ ഉണ്ടാക്കാം അല്ലേ, പിന്നെ നമുക്ക് അതിനകത്ത് നിന്ന് അതിൻ്റെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാനും കിട്ടും. സോ സെയിം ആസ് നമുക്ക് ആനിമൽസിനും ഒരു ഹെൽപ്പാണ്, അതും ഒരു സ്മൈലിനൊരു റീസണാണ്. സോ ടുഡേ we discussed about the smile and the reasons to smile. Okay, അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? മിസ് പറഞ്ഞു 100 years old ആകുമ്പോൾ എങ്ങനെയായിരിക്കും അല്ലേ? ദെൻ യു ഹാവ് ടു ഡ്രോ എ പിക്ചർ. എങ്ങനെ വേണം? വാട്ട് വി ലുക്ക് ലൈക്ക് വെൻ വി വിൽ ബി 100 years old. നമ്മൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഒരു 100 വയസ്സാകുമ്പോൾ എന്നുള്ളത് ഒരു പിക്ചർ വെറുതെ നിങ്ങൾക്ക് ആവുന്ന രീതിയിൽ ചെയ്താൽ മതി. ഒന്ന് വരച്ചിട്ട് ഒന്ന് മിസ്സിന് ഷെയർ ചെയ്യൂ. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ഒരു കാര്യം കൂടി പറയണം, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് യു ക്യാൻ ഡു ഫോർ ദ ഓൾഡ്. ഒരു 100 years ഓൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഫേസിലൊരു സ്മൈൽ വരാനായിട്ട്. ആൻഡ് യു ക്യാൻ സേ in sentence. Okay, begin your sentence with one thing that I can do for the old is. You have to complete that sentence. എന്താണ് ചെയ്യുന്നത്? ഹെൽപ്പിംഗ് ദം, ലവിങ് ദം, എന്താണോ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് മിസ്സിന് ഷെയർ ചെയ്യാം. അപ്പം എങ്ങനെയാ വരയ്ക്കല്ലേ? നിങ്ങൾ തന്നെ ഒരു 100 years ആകുമ്പോൾ എങ്ങനെയായിരിക്കും വരച്ചൊക്കെ വെറുതെ സിമ്പിളായിട്ട്. എന്നിട്ട് ഈ സെൻറ്റൻസ് കൂടി വെച്ചിട്ട് മിസ്സിനൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ 100 ഒന്ന് എഴുതാൻ പറ്റുമല്ലോ. ഇപ്പോൾ വേണ്ടേ? കുറച്ച് നേരം കളിക്കണോ? ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം കളിച്ചോളൂ, എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുത്തോളൂ. അതിനുശേഷം ഈ പിക്ചർ വരയ്ക്കുക. ദെൻ ആ സോങ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. എന്നിട്ടൊരു കാര്യം ചെയ്തോളൂ, നാളെ കാണിച്ചാൽ മതി മിസ്സിനെ. അപ്പം മിസ് നാളെ വരാം. ഓക്കെ, ഇപ്പോൾ പോട്ടെ. ബൈ ബൈ, ടേക്ക് കെയർ.